ഹലോ ഗൈസ്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ, ഈ ലേറ്റസ്റ്റ് റിവ്യൂ പറയുന്നതിന് മുന്നേ നമ്മുടെ ജഡ്ജസിനെ പറ്റി ഞാൻ കുറച്ചൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ജഡ്ജസ് ആരൊക്കെയാണ്? അഖിൽ, റിയാസ്, രഞ്ജിനി. അപ്പോൾ ഇവർ മൂന്നുപേരും പലപ്പോഴായിട്ട് ആ ഒരു അഗ്നിപരീക്ഷ എപ്പിസോഡുകളിൽ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളായിട്ട് നിൽക്കുക, ഇൻഡിവിജ്വലായിട്ട് കളിക്കുക, ഗ്രൂപ്പ് പ്ലേ കളിക്കാൻ പാടില്ല. നമ്മൾ ഗ്രൂപ്പ് പ്ലേ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രൂപ്പ് പ്ലേ കളിക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് ഗ്രൂപ്പ് പ്ലേ കളിച്ചുകൂടെ ആയിരുന്നോ എന്ന് പറയുന്നു. പിന്നെ ഈ നമ്മൾ ഓരോ ഗെയിം വരുമ്പോൾ നിങ്ങൾക്ക് ആരെയാ വിശ്വാസം, ആരാ ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അവസരങ്ങളിൽ അത് വെച്ച് കുത്തി സംസാരിക്കുമ്പോൾ ഇവർ കണ്ടസ്റ്റൻസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്നുള്ളൊരു രീതിയിൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെന്ന് പറയുമ്പോൾ ഇവർ ഈ ഷിജിലാലും അതുപോലെ തന്നെ ഷാമോനും ടാസ്ക് ലെറ്ററിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കളിച്ചു വന്നിരുന്നത്. പക്ഷേ ജഡ്ജസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇവർ ഗ്രൂപ്പ് പ്ലേ കളിച്ചു വന്നത് അതൊരു തെറ്റായിട്ടാണ്. ഗ്രൂപ്പ് പ്ലേ കളിച്ചത് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ജഡ്ജസിന് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു, അങ്ങനെ അല്ലാതെ ഇതിൽ ഒരു ഇൻഡിവിജ്വൽ വിന്നറിനെ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. പക്ഷേ അത് അവർ പ്രസൻറ്റ് ചെയ്ത രീതി ഭയങ്കര ദേഷ്യത്തിലും കാര്യങ്ങളിലായപ്പോൾ മറ്റേ കണ്ടസ്റ്റൻസ് ടാസ്ക് ലെറ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടെ അങ്ങ് നിന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് ജഡ്ജസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, വർക്കൗട്ടായി പോയി. അപ്പോൾ എനിക്ക് അതിൻ്റെ എന്താവും എന്നുള്ളത് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ രാത്രി 12 മണിക്ക് അപ്ലോഡ് ആവും പുതിയ എപ്പിസോഡ്. അപ്പോൾ ഞാൻ അത് ഇന്നലെ തന്നെ കണ്ടായിരുന്നു, അതായത് ഇന്ന് രാവിലെ 12 മണിക്ക്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് ഈ ഷിജിലാലും ഷാമോനും ഗ്രൂപ്പ് പ്ലേ കളിച്ചത്. അപ്പോൾ ഇന്നത്തെ അതായത് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവർ ഷിജിലാലിനെയും ഷാമോനെയും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്, അതായത് ഒരു റാഗിങ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇന്നത്തെ ടാസ്കിൽ, അതായത് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, വെയിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു റാഗിങ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഈ ജഡ്ജസ്. അത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഈ കണ്ടസ്റ്റൻ്റായ ഷിജിലാലിനെയും ഷാമോനെയും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഫയർ ഷാമോൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണാമായിരുന്നു. നല്ലൊരു കണ്ടസ്റ്റൻ്റായി വരുന്നുണ്ട് ഷാമോൻ. അവർ സത്യം പറഞ്ഞാൽ അവർ നിന്നത് ടാസ്ക് ലെറ്ററിൻ്റെ ബേസിസിൽ തന്നെയാണ് ലാസ്റ്റ് വരെ നിന്നത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജഡ്ജസിന് അങ്ങനെ ആവരുത്, ഗ്രൂപ്പ് പ്ലേ കളിക്കാതെ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് അതിലൊരു വിന്നറിനെ സെലക്ട് ചെയ്യണമെന്നായിരുന്നു ജഡ്ജസിന്. പക്ഷേ അത് നടന്നില്ല. അതിൻ്റെ ആ ഒരു ഇതായിരുന്നു അവർ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ വർക്കൗട്ടായി പോയത്. അതെന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജഡ്ജസ് എപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു അഗ്നിപരീക്ഷയിൽ അവർ സെലക്ട് ചെയ്ത വിന്നർ ബിഗ് ബോസ് വിന്നറായി വരണമെന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രേക്ഷകരുടെ വോട്ടിംഗ്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? ജഡ്ജസ് അങ്ങ് സെലക്ട് ചെയ്താൽ പോരെ?